മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഹൈക്കോടതി അടക്കം നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാർ കടുംപിടുത്തം തുടരുകയാണ്. വായ്പകൾ എഴുതി തള്ളില്ല എന്ന സമീപനം തന്നെയാണ് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വായ്പകൾ എന്ന് പറയുന്നത് തുച്ഛമായൊരു സംഖ്യയാണ് ഉള്ളത്. അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക തന്നെ വേണം. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ട സംവിധാനങ്ങളാണുള്ളത്. എന്നിട്ടും നമ്മൾക്ക് ഒരു മൃദു സമീപനം ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ ഒരു സമീപനം, അതായത് 1.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ ഈ തെരുവിലാണ് പല ആൾക്കാരും. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രതിഷേധം ബാങ്കുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ബാങ്കുകളിലുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങൾ വീടും സ്ഥലം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ എങ്ങനെ ഈ വായ്പ അടയ്ക്കാനും പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഇതുകൊണ്ട് എഴുതി തള്ളിയിട്ടില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഞങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ മരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് തന്നെ പോവുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൊഴിലുമില്ല. ഇവർ ഈ സർക്കാർ തരുന്ന ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് നമുക്ക് കൂപ്പൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇല്ല. 300 രൂപ ദിനപത്ത കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വിഷം വാങ്ങി നമ്മൾ കഴിക്കേണ്ട വക്കിലേക്കാണ് വരുന്നത്. വായ്പ എഴുതി തള്ളണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങളൊരു മുടിനാരടക്കം ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കുകാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ അടയ്ക്കണമെന്ന്. ഞങ്ങൾ ആരോടാ പറയുക? വീടിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അടയ്ക്കും? അടയ്ക്കാൻ മാർഗം വേണ്ടേ? വീടും കൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയവരാ. തൊഴിലും ഇല്ല, വീടും കൂടി എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ വായ്പ അടയ്ക്കും? തൊഴിലില്ല, വീടില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. അപ്പോൾ എങ്ങനെ വായ്പ തിരിച്ചടയ്ക്കും എന്ന ഇവരുടെ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും കേന്ദ്ര സർക്കാരാണ് പറയേണ്ടത്. കേരള ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും അതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റെന്താണ് വഴി എന്നാണ് ഈ ദുരന്തബാധിതർ ചോദിക്കുന്നത്. പലർക്കും മരണം മാത്രമാണ് മുന്നിലുള്ള വഴി എന്നൊക്കെയാണ് പലർക്കും പറയാനുള്ളത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.